റോമാലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ അബ്രഹാം വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല എന്നും 20-ാം വാക്യത്തിൽ അബ്രഹാം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു എന്നും നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിൽ ക്ഷീണിക്കാൻ സാധ്യതയുണ്ട്. ആയതുപോലെ വിശ്വാസത്തിൽ ശക്തിപ്പെടാനും കഴിയും. വിശ്വാസത്തിൽ ഓരോ ദിവസവും ശക്തിപ്പെടുന്ന ഒരു വ്യക്തി ഒരിക്കലും വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകുകയില്ല. ഒരു ദിവസം കൊണ്ട് നേടിയെടുക്കുന്നതല്ല വിശ്വാസത്തിലെ ശക്തി. അത് സമ്മിശ്രമായ ജീവിത സാഹചര്യങ്ങളിലൂടെയുള്ള യാത്രയിൽ ദൈവത്തോടൊപ്പമുള്ള സഹവാസത്തിലും പരീക്ഷണങ്ങളിലും കാത്തിരിപ്പിലും അനുസരണത്തിലൂടെയുമൊക്കെ വളർത്തിയെടുക്കുന്നതാണ്. ചുരുക്കത്തിൽ വിശ്വാസത്തിൽ ശക്തിപ്പെടുന്നത് നേടിയെടുക്കുന്ന ഒന്നല്ല, പകരം ഓരോ ദിവസവും വളർത്തിയെടുക്കുന്നതത്രേ. അബ്രഹാം തൻ്റെ വിശ്വാസം വളർത്തിയെടുത്തത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കുക. 1. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാൻ അബ്രഹാം തീരുമാനിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിലല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ അബ്രഹാമിൽ വിശ്വാസം വളർന്നു. 2. ഫലം കാണുന്നതിന് മുമ്പ് തന്നെ അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. ദൈവം അബ്രഹാമിനോട് തൻ്റെ ജന്മദേശം വിട്ടുപോകാൻ പറഞ്ഞു. എവിടേക്കാണ് പോകുന്നതെന്നറിയാതെ അബ്രഹാം യാത്ര തിരിച്ചു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശദാംശങ്ങൾ വ്യക്തമല്ലെങ്കിൽ പോലും ദൈവം പറയുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ വിശ്വാസം വളരുന്നു. 3. കാത്തിരിപ്പിലൂടെ അബ്രഹാം വിശ്വാസം പഠിച്ചു. ഇസഹാക്കിനെ ലഭിക്കുവാനായി അബ്രഹാം ഏകദേശം 25 വർഷത്തോളം കാത്തിരുന്നു. കാത്തിരിപ്പ് സംശയം ജനിപ്പിച്ചേനെ. പക്ഷേ കാലക്രമേണ കാലതാമസം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പക്വമാക്കി. കാത്തിരിപ്പ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തിയില്ല, അത് അതിനെ കൂടുതൽ ആഴത്തിലാക്കി. 4. പരീക്ഷിക്കപ്പെട്ടപ്പോഴും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം അബ്രഹാമിനോട് ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇതായിരുന്നു ആത്യന്തിക പരീക്ഷണം. എന്നാൽ അബ്രഹാമിൻ്റെ വിശ്വാസമോ, എബ്രായർക്ക് എഴുതിയ ലേഖനം 11-19, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണി. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ആരുടെയും വിശ്വാസം ക്ഷീണിക്കരുത്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് നിൽക്കാൻ ഒരു സമർപ്പണമുള്ള ജീവിതം നയിക്കാം. Have a blessed day.